എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ പ്രത്യേകിച്ച് സ്ത്രീകൾ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ചൂഷണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത്. പല പുരുഷന്മാരും സ്ത്രീകളെ പ്രലോഭിപ്പിക്കാനായിട്ട് പലപ്പോഴും ഉപയോഗിച്ചു കണ്ടിട്ടുള്ള 10 വാക്കുകൾ അല്ലെങ്കിൽ 10 വാചകങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണ് കൂടുതലായിട്ട് സൂക്ഷിക്കേണ്ടത്. കാരണം വിവാഹം കഴിഞ്ഞ സ്ത്രീകളോട് പ്രത്യേക താല്പര്യവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിച്ച് പല പുരുഷന്മാരും രംഗത്ത് വരാറുണ്ട്. ഇത് കാണുമ്പോൾ സ്ത്രീകൾ ഓർക്കും ഇതൊക്കെ ഒരു റിയൽ ലവ് ആണെന്ന്. അതായത് കുടുംബത്തിൽ എന്തെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ത്രീകളാണ് ഇത്തരം പ്രലോഭനങ്ങളിലേക്ക് വീഴുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിവാഹം കഴിഞ്ഞ സ്ത്രീകളോട് പുരുഷന്മാർക്ക് അങ്ങനെ യഥാർത്ഥ പ്രണയമൊന്നും തോന്നിയിട്ടല്ല അവർ നിങ്ങളുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അത്തരക്കാർക്കെതിരെ ഒരു ജാഗ്രത വേണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ വിവാഹം കഴിക്കാത്ത സ്ത്രീകളോടാണെങ്കിൽ ചില പുരുഷന്മാർ പറയും, നിങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്നവന്റെ ഒരു ഭാഗ്യം, നിങ്ങൾ ഇത്രയും സൂപ്പർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയല്ലേ. ഇനി വിവാഹം കഴിഞ്ഞവരോടാണെങ്കിൽ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഒരു ഭാഗ്യം, ഇത്രയും അടിപൊളിയായ ഭാര്യയെ കിട്ടിയില്ലേ, എനിക്കൊന്നും ആ ഒരു ഭാഗ്യമില്ലാതെ പോയി, അല്ലെങ്കിൽ എനിക്ക് ഇനിയും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമെന്ന് തോന്നുന്നില്ല, എനിക്കാണെങ്കിൽ ആരെയും പ്രേമിക്കാൻ പോലുമില്ല. ഇനി അതുപോലെ രണ്ടാമതായിട്ട് സ്ത്രീകളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി പുരുഷന്മാർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ബോഡി ഷേപ്പിനെ കുറിച്ചൊക്കെ വല്ലാണ്ടങ്ങ് വർണ്ണിക്കാൻ തുടങ്ങും. ഈ അടുത്ത് കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ത്രീകളുടെ ബോഡി സ്ട്രക്ചറിനെ കുറിച്ച് വർണ്ണിക്കുന്നത് പോലും അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണെന്നുള്ള ഒരു രീതിയിൽ കോടതി വരെ പറയുകയുണ്ടായി. അങ്ങനെ ഈ ചില പുരുഷന്മാർ ഈ സ്ത്രീകളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ കുറിച്ചൊക്കെ വർണ്ണിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ നല്ല ചുണ്ടാണ്, നല്ല കണ്ണുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഭാഗങ്ങളെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കാൻ തുടങ്ങും. അപ്പോൾ ചില സ്ത്രീകളാണെങ്കിൽ, ഞാൻ എല്ലാ സ്ത്രീകളെയും കുറിച്ചോ അല്ല എല്ലാ പുരുഷന്മാരെ കുറിച്ചോ അല്ല പറയുന്നത്, ഇങ്ങനെ കേൾക്കുന്ന ചില സ്ത്രീകളാണെങ്കിൽ ഇതിലങ്ങ് വീണുപോകും. കാരണം എന്റെ ശരീരത്തിന്റെ സൗന്ദര്യം ത്തെക്കുറിച്ച് വർണ്ണിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ മുഖത്തെക്കുറിച്ച് വർണ്ണിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ മുടിയെക്കുറിച്ച് വർണ്ണിക്കുന്നു. എൻ്റെ ഭർത്താവാണെങ്കിൽ ഒന്നും ഇതെന്നോട് പറഞ്ഞു തന്നിട്ടില്ല, കണ്ടില്ലേ, എൻ്റെ ഭർത്താവിന് ഇതൊന്നും നോക്കാൻ നേരമില്ല, ഇയാളാണെങ്കിൽ എന്നെക്കുറിച്ച് ഇതൊക്കെ പറയുന്നു, അപ്പോൾ ഇയാൾക്ക് എന്നോട് നല്ല രീതിയിലുള്ള സ്നേഹമുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ സ്ത്രീകൾ തെറ്റിദ്ധരിക്കുന്നു. ഈ ഒരു സെക്ഷൻ കഴിയുമ്പോഴത്തേന് ഈ ഒരു സംസാര രീതി സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പുരുഷന് ബോധ്യപ്പെട്ട് കഴിയുമ്പോഴത്തേനാണ് ഈ ഒരു ഡേർട്ടി ടോക്ക് എന്നുള്ള ഒരു സെക്ഷനിലേക്ക് കിടക്കുന്നത്. അതായത് ഒരു ഗാനമേള നടത്തുന്നതിന് മുമ്പ് ഒരു മൈക്ക് ടെസ്റ്റ് നടത്തുന്ന ഒരു പ്രതീതി ഉണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് ഇത്തരം പുരുഷന്മാര് സ്ത്രീകളിൽ തന്ത്രം പയറ്റി നോക്കുന്നത്. അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പോസിറ്റീവ് സൈൻ ആണ് കിട്ടുന്നതെങ്കിൽ, അതായത് ഈ സ്ത്രീകൾ അവരോട് പറയുന്ന ചെറിയ ചെറിയ മോശം വർത്തമാനങ്ങൾക്കൊന്നും എതിരു പറയുന്നില്ല എങ്കിൽ അതൊരു പോസിറ്റീവ് കാര്യമായിട്ട് പുരുഷൻ വിചാരിക്കുകയും കൂടുതൽ ഡേർട്ടി ടോക്സിലേക്ക് കടക്കുകയും ചെയ്യും. ഇനി അടുത്തതായിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത്തരം പുരുഷന്മാർ ഇങ്ങനെ പറയും, അതായത് എന്റെ ജീവിത പങ്കാളിയായിട്ട് ഞാൻ ആഗ്രഹിച്ചത് നിങ്ങളെ പോലെയുള്ള ഒരു പെൺകുട്ടിയെ ആയിരുന്നു. കാരണം ഞാൻ ആഗ്രഹിച്ച എന്റെ മനസ്സിലുള്ള ഒരു ഡ്രീം ഗേള് ആണ് നിങ്ങൾ. അതുമല്ലെങ്കിൽ എന്റെ ഭാര്യ അത്ര പോരാ, നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര കെയറിങ് ആണ് എന്നോട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര സ്നേഹമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എത്ര നല്ല സ്വഭാവമാണ്, എത്ര നല്ല ക്യൂട്ടായിട്ടാണ് പെരുമാറുന്നത്. പക്ഷെ എന്റെ ഭാര്യ ഇതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇനി അതുമല്ലെങ്കിൽ ഞാനിപ്പോൾ സ്നേഹിക്കുന്ന പെൺകുട്ടി നിങ്ങളെ പോലെ അല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയ്ക്കും നല്ല ക്യാരക്ടർ അല്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴുള്ള ശരിക്കും സ്നേഹിക്കുന്ന ആ വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ സ്വന്തം ഭാര്യയുമായിട്ടൊക്കെ ഈ പുരുഷൻ കമ്പയർ ചെയ്ത് സംസാരിക്കുകയും, അതായത് അവരുടെ ഭാര്യയെക്കുറിച്ചും അല്ലെങ്കിൽ കാമുകിയെക്കുറിച്ചും ഒക്കെ മോശമായിട്ട് പറഞ്ഞ് പുതിയ ആളെ കിട്ടിക്കഴിയുമ്പോൾ, പുതിയ ഒരാളുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചു കഴിയുമ്പോൾ അവരെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് പറയുകയും ചെയ്യും. അപ്പോഴും ഈ തരത്തിൽ വീണു പോകുന്ന സ്ത്രീകൾ അന്നേരവും മനസ്സിലാക്കില്ല ഇത് ചതിയാണ്, അല്ലെങ്കിൽ ഇതൊരു കള്ളത്തരമാണെന്നുള്ള കാര്യമൊന്നും അവരന്നേരവും മനസ്സിലാക്കില്ല. അതുപോലെ പുരുഷന്മാർ പറയുന്ന വേറെ ഒരു കാര്യമാണ്, നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആരാണ് വീണു പോകാത്തത്? ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ദൈവം നിങ്ങളെ അങ്ങനെയാണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. പുരുഷന്മാരോട് ദൈവം വല്ലാണ്ട് അനീതിയാണ് കാണിച്ചിരിക്കുന്നത്. സ്ത്രീകളെ എത്ര സുന്ദരികളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങളെ കണ്ടാൽ ആരാണെങ്കിലും വീണു പോകും, അതിപ്പോ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും.
തന്റെ സൗന്ദര്യത്തെക്കുറിച്ച് ഇങ്ങനെ വാതോരാതെ സംസാരിക്കുമ്പോൾ ഇത്തരം സ്ത്രീകൾ അതിൽ വീണു പോകാനും അയാൾ പറയുന്നത് 100% സത്യമാണെന്നുള്ളൊരു തോന്നൽ മനസ്സിലുണ്ടാകാനും അയാളോടൊരു സോഫ്റ്റ് കോർണർ തോന്നാനും ഇടയാകും. അതുപോലെ ഇത്തരം പുരുഷന്മാർ ഉപയോഗിക്കുന്ന വേറൊരു തന്ത്രമാണ് ഈ ഒരു പറച്ചിൽ. അതായത് ആദ്യമായിട്ടാണ് എനിക്ക് ഒരു സ്ത്രീയോട് ഇത്രയ്ക്ക് അടുപ്പം തോന്നുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീയോട് എനിക്ക് ഇത്രയ്ക്ക് ഒരു ഇഷ്ടം തോന്നുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കാണുന്നത്. ഇതുവരെയും മറ്റൊരു സ്ത്രീയെയും കണ്ടിട്ട് എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല, പക്ഷേ നിന്നെ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം തോന്നുന്നു, അല്ലെങ്കിൽ ഭയങ്കര സുന്ദരിയായിട്ട് തോന്നുന്നു, തനിക്ക് വല്ലാത്തൊരു ഫീലാണ് നിന്നെ കാണുമ്പോൾ ഉണ്ടാകുന്നത്. ഈ രീതിയിലും പുരുഷന്മാർ സംസാരിക്കുന്നു. അതുപോലെ ഇത്തരം പുരുഷന്മാർ അടുത്തതായിട്ട് ഇറക്കുന്ന വേറൊരു നമ്പറാണ്, ഇനിയും നിനക്ക് എന്തെങ്കിലും പണത്തിന്റെ ആവശ്യമുണ്ടോ, ഞാനത് ചെയ്തു തരാം. അതുപോലെ നിനക്ക് ഫോൺ റീചാർജ് ചെയ്യണോ, ഞാനത് ചെയ്തു തരാം. കാരണം ഇങ്ങനത്തെ ഒരു കിടപ്പാട് ആ ഒരു സ്ത്രീയിൽ സൃഷ്ടിച്ചെടുക്കുകയാണ് അവൻ ചെയ്യുന്നത്. ഇങ്ങനെ റീചാർജ് ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവൾക്ക് അവനെ ഒരിക്കലും വിളിക്കാതിരിക്കാനാവില്ല. ഈ ഒരു തന്ത്രമാണ് പുരുഷൻ പയറ്റുന്നത്. അതുപോലെ അടുത്തതായിട്ട് ചില പുരുഷന്മാരുടെ തന്ത്രം എന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ അജ്ഞത പ്രകടിപ്പിച്ച് സംശയം ചോദിക്കും എന്നുള്ളതാണ്. സ്ത്രീകളോട് പ്രത്യേകിച്ച് സെക്ഷുവൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അയ്യോ ഇതൊന്നും എനിക്ക് അറിയാൻ മേല, ഈ പീരീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ദിവസമാണ്, അല്ലെങ്കിൽ അതിന്റെ വരുന്നത് എത്ര ദിവസമാണ് വരുന്നത്, വേദന ഉണ്ടാകുമോ, അതുപോലെ നിങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങൾ ഷേവ് ചെയ്യാറുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുരുഷൻ ആ ഒരു രീതിയിൽ സംസാരിക്കാൻ തുടങ്ങും. ഇനി അടുത്തതായിട്ട് പുരുഷൻ പറയുന്ന വേറൊരു ഡയലോഗാണ്, എറിയാൻ അറിയാവുന്നവർക്ക് ദൈവം വടി കൊടുത്തില്ലല്ലോ, അല്ലെങ്കിൽ ഇത്ര ദുഷ്ടനായിട്ടുള്ള ഒരു ഭർത്താവിനെയാണല്ലോ നിങ്ങൾക്ക് കിട്ടിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഭയങ്കര ദുഷ്ടനാണല്ലോ, ഞാനെങ്ങാനും ആയിരിക്കണമായിരുന്നു, വളരെ നന്നായിട്ട് ഞാൻ നിങ്ങളെ കെയർ ചെയ്തേനെ, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തന്നേനെ, നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ സമീപത്ത് ഉണ്ടായിരുന്നേനെ, ഞാൻ നിങ്ങളെ ഒരു പൊന്നുപോലെ ഞാൻ സംരക്ഷിച്ചേനെ. ഇങ്ങനെയും പുരുഷന്മാർ തന്ത്രം പ്രയോഗിക്കും. അതുപോലെ വേറൊരു കോമൺ ആയിട്ട് പുരുഷന്മാർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വേറൊരു തന്ത്രമാണ്, ഏത് ഡ്രസ്സാണ് ഇപ്പോൾ നിങ്ങൾ ഇട്ടിരിക്കുന്നത്, ഏത് ഡിസൈനിലുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, ഏത് കളർ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, നിങ്ങൾ ഇന്ന ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും, ഇനിയും ആ ഒരു ഡ്രസ്സിൽ എനിക്കൊരു ഫോട്ടോ അയച്ചു തരാമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ട് ഒന്ന് വീഡിയോ കോളിൽ വരാമോ. അങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളും എടുത്തിടും. അങ്ങനെ അവസാനം ഈ സ്ത്രീക്ക് ഈ ഒരു സൗഹൃദത്തിൽ നിന്ന്, ഈ ഒരു കാര്യത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും പിന്നീട് ഈ സ്ത്രീയെ പലതരത്തിൽ ചൂഷണം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യും. എന്നാൽ ഇതിന്റെ പിന്നിൽ ഒരു ചതിയാണെന്നുള്ള കാര്യം ഒരിക്കലും അവൾ ഓർക്കത്തില്ല. അവസാനം ചിലപ്പോ പല രീതിയിലുള്ള ചൂഷണങ്ങളെല്ലാം നടന്നു കഴിഞ്ഞ് അവസാനം സ്ത്രീയായിരിക്കും തന്റെ ജീവിതം കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. ഈ വ്യക്തി ഇവന്റെ ഒരു സ്ഥിരം സ്വഭാവമായിരിക്കുമല്ലോ ഇത്. ഇവൻ അടുത്തയാളെ ഇതേപോലെ പ്രലോഭിപ്പിക്കാൻ അന്നേരത്തേന് തുടക്കം ഇട്ട് കഴിയുകയും ചെയ്യും. ഇതാണ് ഇങ്ങനത്തെ പുരുഷന്മാരുടെ സ്വഭാവം. പക്ഷേ സ്ത്രീകൾ ഇതൊന്നും മനസ്സിലാക്കത്തില്ല. മനസ്സിലാക്കാനുള്ള വിവേകമുള്ള സ്ത്രീകൾ മനസ്സിലാകും, അല്ലാത്ത സ്ത്രീകളൊക്കെ ഇത്തരം പ്രലോഭനങ്ങളിൽ വീണു പോകും. അപ്പൊ നിങ്ങൾ എന്നോട് സ്വാഭാവികമായിട്ടും ചോദിക്കും, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായെന്നുള്ളത്. എന്റെ സുഹൃത്തായ ഒരു സ്ത്രീക്ക് സംഭവിച്ച കാര്യങ്ങളാണ്. അവളുടെ ഫാമിലി ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു ആളെ പരിചയപ്പെട്ടു. ആ ആള് ഈ പറഞ്ഞ രീതിയിലൊക്കെയാണ് ഇവളോട് പെരുമാറിയത്. അത് മാത്രമല്ല, ഇവള് ആ ഒരു ആളിൽ നിന്ന് ഒരു വിധത്തിൽ ഒന്ന് രക്ഷപ്പെട്ട് ഒരു ഡേറ്റിംഗ് ആപ്പിലൊക്കെ പോയി അടുത്തയാളെ കണ്ടുപിടിച്ചു. പക്ഷേ ഈ ആളുടെയും സ്വഭാവം വ്യത്യസ്തമല്ലായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യം, ഇത്തരം കാര്യങ്ങളിൽ ഉള്ള ഈ ആണുങ്ങളുടെ നിലപാടെന്ന് പറയുന്നത് ലൈംഗികത എന്നുള്ള ഒരൊറ്റ കാര്യത്തിലേക്കാണ് അവസാനം ഇവർ ചെന്നെത്തുന്നത് എന്നുള്ളതാണ്. സ്വന്തം ഭാര്യ ഒരു അസറ്റായിട്ട് അവിടെ ഇരിക്കുന്നു, ആ ഭാര്യ എങ്ങും പോകത്തില്ല, ഭാര്യ എപ്പോഴും എന്റെ സ്വത്തായിട്ട് അവിടെയുണ്ട്. പക്ഷെങ്കിൽ വ്യത്യസ്തത വേണം എന്നുള്ള ഒരു ചിന്താഗതി ഉള്ള ആണുങ്ങളാണ് ഇത്തരത്തിൽ കൂടുതൽ. പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ ആണുങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ലാത്ത ആണുങ്ങൾക്ക് പിന്നെ ഭാര്യയുടെ കാര്യം പിന്നെ ഒന്നും നോക്കണ്ട, ഫ്രീ ബേർഡായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് പെണ്ണുങ്ങളെ പ്രലോഭിപ്പിച്ച് വശത്താക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു അവയർനെസ്സിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്.
അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് വരാം. എല്ലാവർക്കും നന്ദി.